ജയ്ക്ക് ഇതിലൊരു പ്രശ്നം, ഇപ്പം ഞാനോ ലാലോ ഈ ഒരു സംശയങ്ങൾ ചോദിക്കുന്നതിൽ റോണിക്ക് പരിഭവമില്ല. സ്വാഭാവികമായി അത് പ്രതീക്ഷിക്കുന്നു എന്നാണ് അതിനർത്ഥം. പക്ഷേ ജയ്ക്ക് എന്ന് പറയുന്ന CPIM നേതാവ്, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ CPIM പ്രതിനിധീകരിച്ചുകൊണ്ട് ആ നിലയിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതു പരിസരത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് അത്രമേൽ സുഖകരമായി തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇതാണോ ചർച്ച ചെയ്യേണ്ടത് എന്ന നിലയിലേക്ക് വരുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായി, ഏറ്റവും വിഷലിപ്തമായി, വളരെ വർഗീയമായി ന്യൂനപക്ഷങ്ങളെ ആകെ വളരെ ദുർബലപ്പെടുത്തും വിധത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് അവരുടെ നിലപാടുകൾ അവരുടെ ഭാഗത്തു നിന്ന് വളരെ കർക്കശമായ ഒരു നടപ്പാക്കുകയാണ്. ആ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനപ്പുറം അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടം എവിടം വരെ എത്തി എന്നുള്ള ഒരു വലിയ ആലോചന സത്യത്തിൽ സമൂഹത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചിന്തിച്ചും ഈ ചർച്ചയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ജയ്ക്ക് ഉന്നയിച്ച വിമർശനങ്ങളിൽ അദ്ദേഹത്തിന് ചില അപാകതകൾ കാണുന്നുണ്ട്. താങ്കളത് കേട്ടിട്ടുണ്ടാവുമല്ലോ കുറേയെങ്കിലുമൊക്കെ. രണ്ട്, ഈ CPIM പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഉദ്ഘാടന ദിവസം തന്നെ കൊടുത്തൊരു പൊളിറ്റിക്കൽ മെസ്സേജ് യോജിച്ച പോരാട്ടം എന്നുള്ളതാണ്. ആ യോജിച്ച പോരാട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, എല്ലാ മതനിരപേക്ഷ പാർട്ടികളുടെയും കൂടി, ജനാധിപത്യ പാർട്ടികളുടെയും കൂടി, സംഘപരിവാർ വിരുദ്ധ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണ്. ആ യോജിച്ച പോരാട്ടത്തെ അല്പം ദുർബലപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ നിസ്സംഗതയും മൗനവും മാറിയിട്ടുണ്ടോ? ജയ്ക്ക്. തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. പക്ഷേ തൊട്ട് മുമ്പ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൈരളിയുടെ ചർച്ചയിൽ നിരന്തരം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടത്. ഉണ്ടായിരിക്കാം, സ്വാഗതാർഹമായൊരു കാര്യമാണ്. എനിക്കതിൽ നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടെയും അത്തരം പ്രതികരണത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു മനസ്സുള്ളയാൾ, അല്പം ഹൃദയവിശാലതയുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്നയാൾ എന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച വിമർശനത്തിലെ ഹൃദയത്തെ, അല്ലെങ്കിൽ അതിൻ്റെ കാമ്പിനെ കാണാതെ പോയത് എന്താണ്? ഞാൻ ഉന്നയിച്ച വിമർശനം RSS മുതൽ SDP വരെയുള്ളവരെ സമൂഹം ഒരേ മനസ്സോടുകൂടെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏഴയലത്ത് നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തേണ്ട ശക്തികളാണ്. ആ അകറ്റി നിർത്തേണ്ട ശക്തികളോട് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ അങ്ങയുടെ സഹപ്രവർത്തകരോ മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അങ്ങയെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാൻ, അല്ലെങ്കിൽ അങ്ങേക്ക് അസ്വീകാര്യമായിട്ടുണ്ടാവുക CPIM ഒരു പ്രവർത്തകർ എന്ന നിലയിൽ കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റേത് മതനിരപേക്ഷവാദികളോടൊപ്പം, അല്ലെങ്കിൽ അവരെക്കാൾ ഒരു അല്പം കൂടുതൽ ഞങ്ങൾക്ക് നല്ല സ്വാഭിമാനം, സഹർഷം ത്രസിപ്പിക്കുമാറ് സന്തോഷം തോന്നിയൊരു ദിവസമാണ്. കാരണം എന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മുമ്പ് വളരെ ബോധപൂർവ്വം ഓർമ്മിച്ചെടുത്തൊരു കവിതാശകലം ഞാൻ അങ്ങയുടെ ഓർമ്മയിലുണ്ടല്ലോ. ലോകപ്രസിദ്ധ കവി കൂടെയായിട്ടുള്ള ഒട്ടറീനോ കാസ്ട്രോയുടെ കവിതയാണ്. ഏകാന്തവും ചെറുതുമായ ഒരു ജാലകണക്കെ നമ്മുടെ രാഷ്ട്രം കത്തിയമർന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം വരും. ടു ദ എപ്പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് ഓഫ് മൈ സ്വീറ്റ് കൺട്രി എന്ന് തുടങ്ങുന്ന കവിതാവാചകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും പല ഡിസ്കോഴ്സുകളും ഉപയോഗിക്കുന്നതല്ലേ. ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് നേരെയുള്ള ഏറ്റവും വലിയ കടന്നാക്രമണം ഉണ്ടായ ദിവസങ്ങളിലൂടെയാണ്, മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ ഞങ്ങളെന്ത് ചെയ്തു, നിങ്ങളെന്ത് ചെയ്തു? ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി ഉയർത്തുന്ന വർഗീയത എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കാതെ, ശിരസ് കുനിക്കാതെ, നിശബ്ദമാകാതെ ആര് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ശബ്ദമുയർത്തി, ആര് കൈകൾ ഉയർത്തി പ്രതിരോധം തീർത്തു, ആര് നിശബ്ദത പോകാതെ കരുത്തോടുകൂടെ ചലനങ്ങൾ സൃഷ്ടിച്ചു? ആ ചോദ്യത്തിന് മുമ്പിലാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിരാശജനകമായ നിശബ്ദത പോകി. അദ്ദേഹം ശബ്ദിച്ചില്ല. വയനാട് പാർലമെന്റ് അംഗം ആ സദസ്സിലേക്ക് പോലും വന്നില്ല. നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന പ്രതിരോധത്തെ, പ്രതിഷേധത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞ് നിശബ്ദരാക്കി മാറ്റി അതിന് കൈകൊടുക്കുന്ന, വർഗീയതയുമായി സമരസപ്പെടുന്ന അങ്ങേയറ്റം പരിഹാസ്യമായ നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? അതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെപ്പോലെ തന്നെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച മറ്റു പാർട്ടികൾ പാർലമെന്റിലുണ്ടല്ലോ, അവരെ പോലെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്, അത് തൊട്ടുമുമ്പ് ആദരണീയനായ ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാടി നേടിയതാണോ? ഹൃദയത്തിൽ തൊട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകർ പറയാൻ കഴിയുമോ? നമ്മുടെ മുമ്പിലുണ്ടല്ലോ CPIM മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാബ് സീതാറാമിന്റെ ഒന്നാമത്തെ അനുശോചന യോഗം ഡൽഹി താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആമുഖ പ്രഭാഷകൻ ഈ LOP ആണ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ്. എന്താണ് പറഞ്ഞത്? ഈ കൂട്ടായ്മ രൂപീകരിക്കാൻ ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ട പ്രതിസന്ധികൾക്കിടയിൽ ഒരു പാലം എന്നതുപോലെ ഈ മതനിരപേക്ഷ കൂട്ടായ്മയെ പരിമിതികളോടുകൂടെ യാഥാർത്ഥ്യമാക്കിയ ആളുടെ പേരാണ് സഖാബ് സീതാറാം എന്ന് പറഞ്ഞത്. ഞങ്ങളല്ല, അങ്ങ് സൂചിപ്പിച്ച ഇന്ന് നിശബ്ദത പോകിയ ഇന്ത്യൻ മതനിരപേക്ഷ ചേരിയെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ആ നിശബ്ദത ഉണ്ടാകാൻ പാടില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ വയനാട്ടിൽ കാണിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ പതാക നാലായി മടക്കി
പോക്കറ്റിൽ വെക്കാൻ പാടില്ല. ഗോൾവൽക്കറെ കാണുമ്പോൾ കുനിഞ്ഞു നിന്ന് ജന്മദിന വാർഷികം ആഘോഷിക്കാൻ നിലവിളക്ക് കൊളുത്തി ഗോൾവൽക്കർക്ക് കൈയടിക്കുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാൻ പാടില്ല. ശാഖയ്ക്ക് കാവൽ കടന്നു എന്ന് പറയുന്നയാൾ KPCCയുടെയും ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായി മാറാൻ പാടില്ല. അത് പറയുമ്പോൾ അങ്ങേക്ക് അനിഷ്ടമുണ്ടായാൽ ആ അനിഷ്ടം അങ്ങ് പോട്ടെ എന്ന് വെക്കും. കാരണം എന്താണ്? അത് മതനിരപേക്ഷ ജയിലിയുടെ ആവശ്യമാണ്. കോൺഗ്രസിനുള്ളിൽ പോലും ഉണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന RSS വിരുദ്ധരായ, വർഗീയ വിരുദ്ധരായ, മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം ആവശ്യമാണ്. അത് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളിയാൽ ആ പൊള്ളലങ്ങ് ഉണ്ടാവട്ടെ എന്ന് വെക്കുകയെ എന്നെ പോലുള്ളവർക്ക് നിവൃത്തിയുള്ളൂ. അങ്ങ് അതിൽ കോപാകുലനാവേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായി ഈ സമീപ ദിവസങ്ങളുടെ ആകെ. മണിപ്പൂരിൽ മാത്രമല്ലല്ലോ, ഇന്ന് ജബൽപൂരിൽ ഉണ്ടായതുപോലെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ശിരസ് കുരിക്കേണ്ട എത്ര ആക്രമണങ്ങൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടായി. എന്തായിരുന്നു അതിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന ശ്രദ്ധേയമായ പ്രതികരണങ്ങളുടെ ഒരു സ്വഭാവം? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പാർട്ടി കോൺഗ്രസിൽ സെമിനാർ സെഷനിൽ പങ്കെടുക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ പോലും അദ്ദേഹം പ്രതികരിച്ചില്ലേ? ജബൽപൂരിലുണ്ടായ ഈ ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നിലുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കണമെന്നും അവരെ ഒറ്റപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എമ്പുരാൻ മുതൽ ക്രിസ്ത്യൻ സമുദായ വിശ്വാസികൾ മുതൽ വഖഫ് വരെ നിരവധി വിഷയങ്ങളിൽ കേരളം മുതൽ ജബൽപൂർ മുതൽ രാജ്യതലസ്ഥാനത്ത് പാർലമെന്റ് വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സംഘപരിവാരം ഒരു വർഗീയ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ്. അവിടെ ഞങ്ങളും നിങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വർഗീയതയ്ക്ക് മുമ്പിൽ ഒറ്റക്കെട്ടായി നിന്ന് വർഗീയതയെ തുരത്താനുള്ള ജോലിയിൽ ഏർപ്പെടണം. അതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം. അവിടെ നിശബ്ദരായി, അവധിയെടുത്ത്, നിർനിമേഷരായി മുട്ടിലിഴഞ്ഞാൽ വർഗീയതയുടെ കാര്യമായി മുമ്പോട്ടേക്ക് പോകും. തിരിച്ചടിയും പോർന്നു നിൽക്കുന്നത് മതനിരപേക്ഷ ജയിലിക്കാണ്. അത് ചിന്തിക്കാനുള്ള ഹൃദയ വിശാലത അങ്ങേക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.